ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ബാഹുബലി. രാജമൗലി സംവിധാനം ചെയ്ത 2015 പുറത്തിറങ്ങിയ ചിത്രമാണ് ബാഹുബലി ദി ബിഗിനിംഗ്. പ്രഭാസ് നായകനായ ചിത്രത്തിന്റെ 2 ഭാഗങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ചിത്രം വീണ്ടും റിലീസിന് ഒരുങ്ങുന്നുവെന്നാണ് വിവരം. ആരാധകരുടെ നിരന്തര ആവശ്യപ്രകാരമാണ് സിനിമ തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നതെന്നാണ് സൂചന. ഒക്ടോബറിലാണ് ബാഹുബലി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്താനൊരുങ്ങുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. റിലീസ് സമയത്ത് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ ഇന്ത്യൻ ചിത്രമായി ബാഹുബലി മാറിയിരുന്നു. ബാഹുബലി ദി ബിഗിനിംഗ് ബോക്സ് ഓഫീസിൽ 650 കോടിയോളമാണ് നേടിയത്. 2017 പുറത്തിറങ്ങിയ ബാഹുബലിയുടെ 2ാം ഭാഗം 562 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത്. ബാഹുബലിയുടെ കഥ എഴുതിയത് SS രാജമൗലിയുടെ പിതാവായ വിജയേന്ദ്ര പ്രസാദാണ്. ചിത്രത്തിന്റെ സംഗീതമൊരുക്കിയിരിക്കുന്നത് MM കീരവാണിയാണ്. ചിത്രത്തിലെ ഗാനങ്ങളും BGMുമെല്ലാം ഇന്നും ഹിറ്റാണ്. 2ാം ഭാഗമായി 2017 ബാഹുബലി 2 ദി കൺക്ലൂഷൻ ഇറങ്ങിയത്. ഇതും ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്തിരുന്നു. പ്രഭാസ്, തമന്ന ഭാട്ടിയ, അനുഷ്ക ഷെട്ടി, റാണ ദഗുപതി, സത്യരാജ്, നാസർ, രമ്യ കൃഷ്ണൻ, പ്രഭാകർ തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.